എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ പതിവ് വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മീൻ വാങ്ങിച്ചു കേട്ടോ. മീൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വന്ന ഉടനെ മീനൊന്നും എടുത്തിട്ടില്ല. ഞാൻ തേങ്ങ വറുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ വറുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചിട്ട് ഇതിനിടയ്ക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ ഞാൻ ഫോൺ ചെയ്ത് തേങ്ങ വറുത്ത് മീനൊന്നും എടുത്തിടാൻ തന്നില്ല. തേങ്ങ വറുത്തതിന് ശേഷം എന്താ മീനൊന്ന് കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ. ഫോണിൻ്റെ സ്റ്റോറേജ് മൊത്തം ഫുള്ളായെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ 1-2 പോയ വീഡിയോസൊക്കെ എടുത്ത് വെച്ചേക്കുന്നു. അതിൻ്റെ കൂടെ ഈ വീഡിയോയും കൂടെ ആകുമ്പോൾ മൊത്തത്തിൽ സ്റ്റോറേജ് ഫുള്ളാവുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എടുക്കുന്ന വീഡിയോ ഒക്കെ പാഴായി പോവുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കട്ടെ. നിങ്ങളെ മുന്നിൽ നമുക്ക് വീഡിയോ എത്തിക്കണ്ടേ. എന്തായാലും നമ്മൾ ഏതെങ്കിലുമൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഒരു 2 വീഡിയോക്കുള്ള ഇതിന് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതിടുന്നുണ്ടോ ഇതിടുമെന്നോ ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും തേങ്ങ വറുത്തെടുത്തിട്ട് കാണാം സുഹൃത്തുക്കളെ മീൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കാണ് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയത്. അപ്പോൾ കടയെല്ലാം പിരിഞ്ഞ് ആളും തിരക്കുമൊക്കെ. വാളമീനുണ്ടായിരുന്നേ. വാളമീൻ വില പറഞ്ഞിട്ട് നമ്മുടെ വിലയ്ക്ക് ഒതുങ്ങാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. അയല എത്ര 3, 6, 7 100 രൂപ കേട്ടോ. അയല പൊരിക്കാം. അടുത്ത സംഭവം എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. അടുത്ത സംഭവം കാണിച്ചു തരാം. എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് ഇത്രയ്ക്കും മാത്രം മീനൊക്കെ എവിടെ നിന്നാണ് കിട്ടണേന്ന്. ഇത്രയ്ക്കും മാത്രം മീൻ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. ഞാൻ തേങ്ങ വറുക്കാൻ തീ കുറച്ചിട്ടിട്ടാണ് മീൻ എടുത്ത് തട്ടണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടാണ് അതൊന്ന് ചിക്കി കൊടുക്കട്ട്. ഇപ്പോൾ താണ്ടേ നൊത്തോലി മീൻ. നമ്മുടെ കൈയൊക്കെ നമ്മൾ വെയിലത്ത് പണിയെടുക്കുന്നതാണപ്പാ. വെയിലത്ത് പണിയെടുക്കുന്ന നമ്മളെ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളൂ. വെയിലത്ത് പണിയെടുക്കുന്ന കൈയാണ് എന്തൊരു ചെയ്യണം യാതൊരു പിടുത്തമില്ല. ചട്ടിയൊന്നും കാണാനില്ല സുഹൃത്തുക്കളെ. ഞാൻ എൻ്റെ വേണ്ട എന്ന് തലയിൽ കൈ വെച്ച് വിളിച്ചിട്ട് അയാൾ തന്നേ വിടുകയുള്ളൂ. കയ്യിൽ പൈസയും കുറവായിരുന്നു. ഇന്നലെ പേഴ്സ് കൊണ്ട് എവിടെ ഇട്ടിട്ട് പേഴ്സ് കാണാനില്ലാണ്ട് തിരക്കി രാവിലെ ജോലിക്ക് നിന്നിട്ട് പേഴ്സ് കാണാനില്ലാതെ പിന്നെ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരിയിൽ നിന്നാണ് പൈസ വാങ്ങിയത്. അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. മീൻ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. എപ്പോഴും വാങ്ങണ കണക്കിന് ഞണ്ട് കണ്ടോ. ഞണ്ട് 100 രൂപ. നൊത്തോലി അന്യായം. നൊത്തോലി 50 രൂപ. അയല 100 രൂപ. അപ്പോൾ 250 രൂപ മീനാണ് നിങ്ങൾ കാണണം. നമുക്ക് 2 ദിവസത്തേക്ക് ഇതൊക്കെ മതി സുഹൃത്തുക്കളെ. നമ്മൾ 2 ദിവസം കൊണ്ട് ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ മീൻ കണ്ടല്ലോ എന്ന് ആരും പറയരുത്. ഒരു 5 മിനിറ്റ് 6 മിനിറ്റുള്ള വീഡിയോ എടുക്കാം. ഇനിയിപ്പോൾ എല്ലാം പാചകം ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ട് നിന്നാലേ സമയത്ത് നമുക്ക് ഞണ്ണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും മീൻ കണ്ടില്ലെന്ന് നമ്മളെ മീനൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടം കൂടുതലായതുകൊണ്ടാണ് ഞാൻ മീനിൻ്റെ വീഡിയോ തന്നെ എടുക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മീൻ. കടയിൽ നിന്ന് മാർക്കറ്റിൽ പോകുമ്പോൾ വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ലെവലിലല്ല പോണത്. മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ ആ ലെവലിലല്ല പോണത്. ഓടിപ്പടച്ച് ഓടും, മീൻ വാങ്ങി പോരും. എപ്പോഴെങ്കിലും മാർക്കറ്റിൽ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും, നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ചെല്ലങ്ങളെ ഞാൻ ഇതെല്ലാം റെഡിയാക്കട്ടെ. ഇവിടെ ഏതാണ്ടായിട്ടുണ്ട്. മീൻ വറുക്കായിട്ടേക്കണം കേട്ടോ. മീൻ പുരട്ടി വെച്ചിട്ടുണ്ട്. മീൻ വറുക്കാനിട്ടിട്ടുണ്ട്. നൊത്തോലി വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നൊത്തോലി പച്ചമാങ്ങ ഇട്ടിട്ട് മോളെ വീട്ടിൽ നിന്നൊരു മാങ്ങ തന്നു കേട്ടോ. മോളെ വീട്ടിൽ അവരെ മാവ് 3 മാങ്ങ എന്തോ കാച്ചു. അതിൽ നിന്നൊരു മാങ്ങ നമുക്ക് തന്നു. അപ്പോൾ ഞാൻ പച്ചമാങ്ങയിട്ട് തക്കാളി എല്ലാം കൂടെ ഇട്ട് നൊത്തോലി വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിലെ മീൻ വറുക്കാനിട്ടിട്ടുണ്ട്. രസം വെക്കുന്നുണ്ട് കേട്ടോ.
എല്ലാ കൂട്ടും കൂടെ ചേർത്ത് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചോറും ഞണ്ട് കറിയൊക്കെ ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ച്, ചോറും ഞണ്ട് കറിയൊക്കെ ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ച്. അപ്പോൾ ഇനി അതെല്ലാം കാണിച്ച് തരാം. മീനിൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ കൊണ്ട് കളയണം കേട്ടോ. ഒന്നും കൊണ്ട് കളയാനുള്ള സമയം കിട്ടിയില്ല. കവറ് കഴുകിടാറുണ്ട്. ജോലികൾ ഇഷ്ടം പോലെയാണ്. നമ്മൾ പിടിയെന്ന് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഒരെണ്ണം മാറ്റി വെക്കണില്ല. തേങ്ങ ബാക്കി ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം. നമ്മൾ 1:30 മണിക്ക് ശേഷം വന്നിട്ടുള്ള ഒരു കലാപരിപാടിയാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് വേറെ ഏറ്റവും ഒതുക്കി ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് ചെയ്തതിന് ശേഷം ഇനി ഓരോന്നോരോന്നായിട്ട് ഒതുക്കണം. ചേട്ടന് കഴിക്കാൻ ചോറും കൊണ്ട് വെച്ചിട്ട് ഞാൻ ബാക്കി അടുക്കളയൊക്കെ ക്ലീൻ ആക്കും. ഇപ്പോൾ ഈ വേസ്റ്റൊക്കെ കൊണ്ട് കളയണം. അപ്പോൾ എന്തായാലും എല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടെ കാണിച്ച് തരാം. പിടിയെന്നൊക്കെ ചെയ്യണമെന്നാണ് തേങ്ങ വറുത്തതിൻ്റെ പരസ്യമാണ്. ഇതൊക്കെയാണ് ഞാനും എൻ്റെ വിശേഷങ്ങളും. ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ ഞാൻ 3 വറുത്തെടുത്തിട്ടുണ്ട്, ബാക്കി അവിടെ വറുക്കായിട്ടയക്കണം. നത്തോലി കറി, രസം ഞാൻ ഒരു തട്ടിക്കൂട്ടി രസമാണ് കേട്ടോ. പക്ഷേ കാണും പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു തട്ടിക്കൂട്ടി രസം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രസം. കാണുന്ന ലുക്ക് നോക്കണ്ട, വെള്ളം പോലെ കിടക്കണമെങ്കിൽ നല്ല പൊളിയാണ്. പൊളി നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് പറയണതല്ല. ഞണ്ട് കറി രസം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിലാണ് ഞണ്ട് കറി വെച്ചത്. ഇപ്പോൾ രസം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞണ്ട് കറി വെച്ചതിന് ശേഷം പാത്രത്തിലൊക്കെ ഇട്ടാക്കിയിട്ട് രസം ഇതിൽ വെച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ്, ഞണ്ട് കറി, നത്തോലി വറ്റിച്ചത്, അയല വറുത്തത്, രസം, ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ കേട്ടോ. ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ്. ഇന്നത്തെ ജോലികളൊക്കെ കണ്ടല്ലോ. മീൻ ഇത് വറുക്കായിട്ടേക്കണം. ചേട്ടൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ അത്യാവശ്യം അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മക്കളപ്പോൾ എടുക്കാൻ പോകണം. എൻ്റെ പേരക്കുട്ടികളപ്പോൾ എടുത്തിട്ട് വരണം. രണ്ടാളും കൂടെ അവിടെ ഒരുങ്ങി ഇരുന്നിട്ട് ബഹളം വെച്ചുകൊണ്ട് നിൽക്കണമെന്ന് കാണാത്തത് കൊണ്ട്. അപ്പോൾ ഞാനൊന്ന് പുറം കഴുകിയിട്ട് എൻ്റെ മക്കളപ്പോൾ എടുത്തിട്ട് വരണം എന്തെങ്കിലുമൊക്കെ. ഇന്നിനിപ്പോൾ ഇത്രയൊക്കെ തന്നെ കേട്ടോ. എന്തെന്നറിയാമോ, വീഡിയോ അധികം ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതൊക്കെ ഇടാൻ പറ്റണമെന്ന് എനിക്കറിയാം. ബാക്കി തേങ്ങ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ.